ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ schezwan പുലാവ്. അതൊരു പേര് കൊള്ളാം അല്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ഇവിടുത്തെ ആദ്യ കുട്ടിക്കൊക്കെ അത് ഇഷ്ടമാണ്. അതിന് കളറും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, കുറച്ച് എരിവുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നോക്കാം, നമുക്ക് വരും. ആദ്യം ഞാൻ schezwan സോസാണ് ചെയ്യാൻ പോകുന്നത്. ഈ സോസ് 2-3 ആഴ്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പല കറികളിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് വറ്റൽമുളകും, അതായത് കാശ്മീരി ചില്ലി ആണെങ്കിൽ ബെസ്റ്റ്, ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായി അരച്ചെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിക്കാം. അതിൽ 1 സ്റ്റാർ, 1.5 സ്പൂൺ വെളുത്തുള്ളി, 1.5 സ്പൂൺ ഇഞ്ചി, 1/2 സ്പൂൺ മല്ലിയില. നന്നായി വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള മുളക് പേസ്റ്റ് ഇതിലേക്ക് ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ്, 1/2 സ്പൂൺ വിനീഗർ, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, 1/2 സ്പൂൺ പഞ്ചസാര. നന്നായി ഇളക്കണം. ദാ സോസ് റെഡി. ഇനി അടുത്ത നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. 3 ഗ്ലാസ് ബസ്മതി അരി ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പാനിൽ 2 സ്പൂൺ എണ്ണയും 2 സ്പൂൺ ബട്ടറും ഇടാം. ഗരം മസാല മുഴുവനോടെ ഇടാം. പിന്നെ 1 സവോള നീളത്തിൽ അരിഞ്ഞത് നല്ലപോലെ ചുമക്ക വറുക്കണം. അര സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ 2 പച്ചമുളക്, 1 കാപ്സിക്കം, 1/2 ക്യാരറ്റ്, 1/4 കപ്പ് സോയ, കുറച്ച് കാബേജ്, കുറച്ച് ഗ്രീൻ പീസ്, ആവശ്യത്തിന് ഉപ്പ്. പച്ചക്കറികളെല്ലാം വെന്തതിന് ശേഷം 2-3 സ്പൂൺ schezwan സോസ്, രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറികളിൽ സോസ് നന്നായി പിടിക്കണം. ഇനി വേവിച്ച് വെച്ച അരി ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട ശേഷം schezwan പുലാവ് റെഡി.